ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ നമ്മൾ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്താണ് എത്തിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് തെർമോമീറ്റർ എന്താണെന്നുള്ളതാണ് പഠിക്കാനുള്ളത്. The instrument which is used to measure the temperature is known as thermometer. ടെമ്പറേച്ചർ അളക്കുവാനുള്ള ഉപകരണത്തെയാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ഇത് തെർമോമീറ്ററാണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്ററാണ്. ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. 1 മെർക്കുറിക് തെർമോമീറ്റർ, 2 ആൽക്കഹോളിക് തെർമോമീറ്റർ, 3 പൈറോമീറ്റർ. മെർക്കുറിക് തെർമോമീറ്ററാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതിന് കാരണം -39°C തൊട്ട് 356°C വരെയുള്ള ഒരു വിശാലമായ റേഞ്ച് ഈ മെർക്കുറിക് തെർമോമീറ്റർ ഉപയോഗിച്ച് ടെമ്പറേച്ചർ അളക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. മെർക്കുറി എന്ന ദ്രാവകത്തിൻ്റെ ലോഹമാണ് മെർക്കുറി എന്നറിയാം. അത് ദ്രാവകാവസ്ഥയിലാണ്. അതിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് -39 ബോയിലിംഗ് പോയിൻ്റ് 356 ആയതുകൊണ്ട് ഇതിനിടയിൽ വരുന്ന ഏത് ടെമ്പറേച്ചറും ഈ തെർമോമീറ്റർ ഉപയോഗിച്ച് അളക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണയായിട്ട് മെർക്കുറിക് തെർമോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. തെർമോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ട്യൂബിൽ അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് മെർക്കുറി നിറച്ചിട്ടുണ്ടാവും. ആ നിറച്ച മെർക്കുറി ഒരു വസ്തുവിൽ വെക്കുമ്പോൾ അതിൽ നിന്നുള്ള ഹീറ്റ് കണ്ടക്ട് ചെയ്ത് എക്സ്പാൻഷൻ നടക്കും. അതായത് ഹീറ്റ് അത് വലിച്ചെടുത്തിട്ട് അതിനനുസരിച്ച് മെർക്കുറി വികസിക്കുമ്പോഴാണ് നമുക്ക് തെർമോമീറ്ററിൽ നമ്മുടെ തന്നിട്ടുള്ള സ്കെയിൽ അനുസരിച്ച് എത്ര ടെമ്പറേച്ചറാണ് ആ വസ്തുവിനുള്ളത് അല്ലെങ്കിൽ ആ ദ്രാവകത്തിനുള്ളത് എന്നുള്ളത് കാണിക്കുന്നത്. ഇനി മെർക്കുറിക് തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് കോമൺലി നമ്മൾ കാണുന്ന ഒരു ടൈപ്പാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. നമ്മൾ പനിയോ മറ്റോ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വായിലൊക്കെ വെച്ചിരുന്ന തരം തെർമോമീറ്റർ ഉണ്ട്. അതിൻ്റെ പേര് ക്ലിനിക്കൽ തെർമോമീറ്ററാണ്. അത് മെർക്കുറി തന്നെയാണ് അതിൽ ഉപയോഗിക്കുന്നത്. തെർമോമീറ്റർ വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ അളക്കുവാനുള്ള തെർമോമീറ്ററിനെ വിളിക്കുന്ന പേരാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. 36.9°C ആണ് മനുഷ്യ ശരീരത്തിൻ്റെ നോർമൽ ടെമ്പറേച്ചർ എന്നുള്ള എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 36.9°C. അതിനപ്പുറത്തേക്ക് ഹീറ്റ് കൂടുമ്പോൾ ടെമ്പറേച്ചർ വർദ്ധിക്കുന്നു. അപ്പോഴാണ് നമ്മൾ പനി എന്നുള്ള അവസ്ഥയൊക്കെ പറയാറുള്ളത്. ആ സമയത്താണ് ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി മറ്റൊന്നുണ്ട് 6 മാക്സിമം ആൻഡ് മിനിമം തെർമോമീറ്റർ. അതായത് മെർക്കുറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു തെർമോമീറ്ററാണ്. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് 6 മാക്സിമം ആൻഡ് മിനിമം തെർമോമീറ്റർ. ഇതെവിടെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടു മെഷർ ദ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഇൻ എ പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം. നമുക്കറിയാം, നമ്മുടെ TV ചാനലുകളിലൊക്കെ വാർത്തയുടെ ഏറ്റവും അവസാനം കാലാവസ്ഥ പറയാറുണ്ട്. കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്തുള്ള ഒരു നിശ്ചിത സമയത്തെ ഒരു നിശ്ചിത പ്രദേശത്തുള്ള ഉയർന്ന ടെമ്പറേച്ചറും താഴ്ന്ന ടെമ്പറേച്ചറും എത്രയാണെന്ന് കാണിക്കാനാണ്. ഉയർന്ന താപനില 33°C, താഴ്ന്ന താപനില 27°C എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് അളക്കുന്നത് ഈ ഒരു തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. 6 മാക്സിമം ആൻഡ് മിനിമം തെർമോമീറ്റർ. ഇത് ഏത് സ്ഥലത്താണോ വെക്കുന്നത് ആ ഭാഗത്തെ ഏറ്റവും ഉയർന്ന ടെമ്പറേച്ചറും ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചറും നമ്മൾ അതിലൊരു സമയം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു 6 മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ 6 മണിക്കൂറിൻ്റെ അകത്ത് ആ
തെർമോമീറ്റർ ഇരിക്കുന്ന പ്രദേശത്തുള്ള ഉയർന്ന ടെമ്പറേച്ചറും താഴ്ന്ന ടെമ്പറേച്ചറും ആ ഒരു മീറ്ററിൽ പ്രത്യേകം കാണിക്കും. അപ്പോൾ അത്തരത്തിലുള്ള തെർമോമീറ്ററിനെയാണ് 6 മാക്സിമം ആൻഡ് മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു -39 തൊട്ട് +356 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ളത് മെർക്കുറിക് തെർമോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് വാല്യൂ അളക്കാൻ പറ്റുമ്പോൾ അതിൻ്റെയും താഴെ, അതായത് -39 കടന്നുള്ള നെഗറ്റീവ് ടെമ്പറേച്ചർ, അതായത് ഒരു -60 ഡിഗ്രി സെൽഷ്യസ്, -70 ഡിഗ്രി സെൽഷ്യസ് പോലുള്ള നെഗറ്റീവ് ടെമ്പറേച്ചർ, മൈനസ് ടെമ്പറേച്ചർ അളക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൽക്കഹോളിക് തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇതിൽ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ ആ ഗ്ലാസ് ട്യൂബിനകത്ത് മെർക്കുറിക്ക് പകരം ആൽക്കഹോളാണ് നിറക്കുന്നത്. ഈ ആൽക്കഹോളാണ് പിന്നെ ഹീറ്റിനെ കണ്ടക്ട് ചെയ്തിട്ട് ആൽക്കഹോൾ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് സ്കെയിലിൽ എത്രയാണ് ടെമ്പറേച്ചർ എന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിന് റേഞ്ചസ് ഫ്രം 0 ഡിഗ്രി സെൽഷ്യസ് ടു -112 ഡിഗ്രി സെൽഷ്യസ്, അതായത് -112 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ ആൽക്കഹോളിക് തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് അളക്കുവാൻ സാധിക്കും. അതാണ് ആൽക്കഹോളിക് തെർമോമീറ്ററിൻ്റെ പ്രധാന പ്രത്യേകത എന്നുള്ളത് മനസ്സിലാക്കുക. റേഞ്ച് ഓർത്തു വെക്കുക. 0 ഡിഗ്രി സെൽഷ്യസ് ടു -112 ഡിഗ്രി സെൽഷ്യസ്. അത് നെഗറ്റീവ് ടെമ്പറേച്ചർ അളക്കാനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തത് പൈറോമീറ്ററാണ്. ഇപ്പോൾ നമുക്ക് -112 തൊട്ട് +356 വരെയുള്ള ടെമ്പറേച്ചറുകൾ ആൽക്കഹോളിക് തെർമോമീറ്ററും മെർക്കുറിക് തെർമോമീറ്ററും ഉപയോഗിച്ച് അളക്കാമെങ്കിൽ +356 മുകളിൽ വരുന്ന ഹൈ ടെമ്പറേച്ചറുകൾ, അതായത് ഉയർന്ന താപനില അളക്കുവാൻ നമുക്ക് ഈ രണ്ട് തെർമോമീറ്റർ ഉപയോഗിച്ച് സാധ്യമല്ല. ആ സമയത്താണ് പൈറോമീറ്ററിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. പൈറോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫർണസുകളൊക്കെ, അതായത് ഇരുമ്പ്, ചെമ്പ്, അലൂമിനിയം പോലുള്ള ലോഹങ്ങളെ വരെ ഉരുക്കാൻ ഉപയോഗിക്കുന്ന ഫർണസുകൾ, ചൂളകളിലെ ടെമ്പറേച്ചറുകൾ അളക്കാനാണ് പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഒരു ഇരുമ്പൊക്കെ ഉരുകുന്നത് 1400 1500 ഡിഗ്രി സെൽഷ്യസിലാണ്. അവിടെയുള്ള ടെമ്പറേച്ചർ അളക്കാൻ ഈ മെർക്കുറിക് തെർമോമീറ്ററിന് സാധ്യമല്ല. അപ്പോഴാണ് പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. പൈറോമീറ്റർ നമ്മൾ ഇപ്പോൾ മെർക്കുറി ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും ഒരു ദ്രാവകത്തിൽ അതിൽ ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ കണക്കാക്കുന്നത്. അതേസമയം പൈറോമീറ്റർ എന്ന് പറയുന്നത് ഒരു ഫർണസിൻ്റെ തൊട്ടടുത്ത് തന്നെ, ഫർണസിന് പുറത്തായിട്ട് ഈ പൈറോമീറ്റർ സ്ഥാപിക്കുകയും ഫർണസിൽ നിന്ന് പുറത്തു വരുന്ന ഹീറ്റിൻ്റെ തീവ്രത, ഇൻറ്റൻസിറ്റി ഓഫ് ഹീറ്റും അതേപോലെ തന്നെ ഫർണസിൽ നിന്ന് പുറത്തു വരുന്ന പ്രകാശത്തിൻ്റെ തീവ്രതയും അളന്നിട്ടാണ് പൈറോമീറ്റർ ടെമ്പറേച്ചർ കണക്കാക്കുന്നത്. താഴെ എഴുതിയ ശ്രദ്ധിക്കുക. പൈറോമീറ്ററിൻ്റെ താഴെ ടു മെഷർ ദ ഹയർ ടെമ്പറേച്ചർ സച്ച് ആസ് എബവ് 500 ഡിഗ്രി ഫാരൻഹീറ്റ്. 500 ഡിഗ്രി ഫാരൻഹീറ്റിൻ്റെ മുകളിലുള്ള ടെമ്പറേച്ചർ അളക്കാനാണ് പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റ്, ബൈ മെഷറിംഗ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആൻഡ് ഹീറ്റ് എമിറ്റഡ് ഫ്രം ദ ഫർണസസ്. ഫർണസസിൽ നിന്നും പുറത്തേക്ക് വരുന്ന താപത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും തീവ്രത അളന്നിട്ടാണ് പൈറോമീറ്റർ ടെമ്പറേച്ചർ കണക്കാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് മൂന്നുമാണ് തെർമോമീറ്ററുകൾ: മെർക്കുറിക്, ആൽക്കഹോളിക് ആൻഡ് പൈറോമീറ്റർ. ഏതൊക്കെ ടെമ്പറേച്ചറിൽ ഏതാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. മനുഷ്യ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ അളക്കാൻ ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലുള്ള പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് ഏതൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടേം പഠിച്ചിരുന്നു. അതേപോലെ ലാറ്റൻ ഹീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ടേം പഠിച്ചിരുന്നു. പിന്നെ സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ സ്കെയിലുകൾ പറഞ്ഞപ്പോൾ സെൽഷ്യസ് സ്കെയിലുണ്ട്, ഫാരൻഹീറ്റ് സ്കെയിലുണ്ട്, റൂമർ സ്കെയിലുണ്ട്, കെൽവിൻ സ്കെയിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിൽ ആദ്യമായിട്ട് സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള ബന്ധത്തെ
സംബന്ധിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കാരണം സെൽഷ്യസ് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ടെമ്പറേച്ചർ സ്കെയിലാകുമ്പോൾ ഫാരൻഹീറ്റാണ് യൂറോപ്യൻ കൺട്രീസിലെ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ്. അതേപോലെ തന്നെ മെഡിക്കൽ ഇൻസ്ട്രുമെൻസിലെല്ലാം തന്നെ നമ്മൾ ആശുപത്രികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഉപകരണങ്ങളിലും ടെമ്പറേച്ചർ കണക്കാക്കുന്നത് ഫാരൻഹീറ്റിലാണ്. അതുകൊണ്ട് സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് ചോദ്യങ്ങൾ സ്ഥിരമായി ഉണ്ടാകാറുണ്ട്. ഈ ഇക്വേഷൻ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞതാണ്. C/5 = F-32/9. C ഫോർ സെൽഷ്യസ്, F ഫോർ ഫാരൻഹീറ്റ്. അതായത് C/5 = F-32/9 എന്നുള്ളതാണ് കോമൺ ഇക്വേഷൻ. ഇതിൽ നിന്നും ഫാരൻഹീറ്റ് തന്നിട്ട് സെൽഷ്യസ് ചോദിച്ചു കഴിഞ്ഞാൽ 5 ഇങ്ങോട്ട് കൊണ്ടുവരും. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. C = 5 × F-32/9. അതേസമയം C തന്നിട്ട് F ആണ് ചോദ്യമെങ്കിൽ Fനെ ഇവിടെ നിർത്തും, 9 ഇങ്ങോട്ട് പോവും. അപ്പോൾ 9 മുകളിലെത്തുമ്പോൾ 9/5 C -32 ഇവിടെ എത്തുമ്പോൾ +30. ഇതാണ് കോമൺ ഇക്വേഷൻസ്. ഇത് കാണാതെ ഓർത്ത് വെക്കണം, എന്നാലേ പരീക്ഷയ്ക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു ചോദ്യം നോക്കാം. കൺവേർട്ട് 100°C into ഫാരൻഹീറ്റ്. 100°C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ്, ഫാരൻഹീറ്റാണ് ചോദ്യം, സെൽഷ്യസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി F = 9/5C + 32. 9/5 × Cൻ്റെ സ്ഥാനത്ത് തന്നിട്ടുള്ള C 100 ആയിരുന്നു, 100 കൊടുത്ത് +32. ഇനി 9/5 × 100 എന്നുള്ളത് 100ഉം 5ഉം വെട്ടാം, അല്ലേ? 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 20 വരും. അപ്പോൾ 9 × 20 + 32. 50 20 180, 180 32, 212. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100°C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 212 ഫാരൻഹീറ്റിന് ഈക്വലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സെൽഷ്യസ് എന്ന് ഫാരൻഹീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഫാരൻഹീറ്റിൻ്റെ ഇക്വേഷൻ F = 9/5C + 32 എന്നുള്ള ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് ഈ രൂപത്തിൽ ആൻസർ കിട്ടും. മറ്റൊരു ചോദ്യം, കൺവേർട്ട് 105°F into സെൽഷ്യസ് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ പനിച്ചൊക്കെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ 101 പനിയുണ്ട്, അല്ലെങ്കിൽ 105 പനിയുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഈ 105 എന്ന് പറയുമ്പോൾ അവർ പനി പറയുന്നത് ഫാരൻഹീറ്റിലാണ്. 105 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ എത്രയാണ് സെൽഷ്യസിൽ? നമുക്കറിയാം 36.9°C ആണ് സാധാരണഗതിയിൽ നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ 105 ഫാരൻഹീറ്റ് ആകുമ്പോൾ 36.9 നിന്ന് എത്ര എത്തുന്നു നമുക്ക് നോക്കാം. സെൽഷ്യസ് ആണ് കാണേണ്ടത്. C = 5 × F-32/9. 5 × Fൻ്റെ സ്ഥാനത്ത് നിന്നിട്ടുള്ള 105 കൊടുത്തു, 105 - 32/9. 5 × 105 - 32/73/9. 5 × 73 ചെയ്തിട്ട് 9 കൊണ്ട് ഹരിച്ചാൽ 40.55°C കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 105 ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ 40.55°C ആണ്. എന്ന് വെച്ചാൽ 105 ഫാരൻഹീറ്റ് പനിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36.9 നിന്ന് നമ്മുടെ ശരീരം 40.55°C ആയി മാറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്ന മറ്റൊരു ടേമുണ്ട്. സ്പെസിഫിക് ഹീറ്റ് എന്തായിരുന്നു? ഒരു വസ്തുവിൻ്റെ 1 ഗ്രാം, അതിൻ്റെ അളവ് പറയുന്നുണ്ട്. 1 ഗ്രാം വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1°C ഉയർത്താൻ ആവശ്യമുള്ള ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഓർമ്മ ഉണ്ടോ? 1 ഗ്രാം വസ്തുവിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോഴെത്രയാണോ ഉള്ളത് അതിൽ നിന്ന് 1°C ഉയർത്താൻ എത്ര ഹീറ്റ് എനർജി കൊടുക്കണോ അതാണ് സ്പെസിഫിക് ഹീറ്റ്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ നമ്മളോട് ചോദ്യത്തിൽ പറയാണ്, ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ ഇത്ര ഡിഗ്രിയിൽ നിന്നും ഇത്ര ഡിഗ്രിയായി ഉയർത്തണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 20 ഡിഗ്രിയിൽ നിന്നും 70 ഡിഗ്രിയായി ഉയർത്തണം എന്ന് വെക്കുക. അപ്പോൾ എത്ര ഡിഗ്രി ഉയർത്തണം? 50 ഡിഗ്രി ഉയർത്തണം. അപ്പോൾ അതിന് എത്ര ഹീറ്റ് എനർജി കൊടുക്കണം? അത് കാണാനുള്ള ഇക്വേഷനാണ് H = M × S × T എന്ന് പറയുന്നത്, സ്പെസിഫിക് ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്.
അതായത് ആ വസ്തു 1 ഗ്രാം ഉയർത്താൻ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമുള്ള ഹീറ്റ് എസ് ആണെന്ന് നമുക്കറിയാം. അതായത് സ്പെസിഫിക് ഹീറ്റ് ആണെന്നുള്ളത് അറിയാം. പിന്നെ അതിൻ്റെ ഭാരം എത്രയാണെന്നുള്ളതും എത്ര ഡിഗ്രിയാണ് ഉയർത്തേണ്ടത് എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടോട്ടൽ ഹീറ്റ് എനർജി വേണം എന്നുള്ള ഇക്വേഷൻ H=m×s×T എന്നുള്ള ഇക്വേഷൻ വഴി എടുക്കാൻ പറ്റും. ഹിയർ മാസ് m=മാസ്, s=സ്പെസിഫിക് ഹീറ്റ്, T=ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചറിൽ മാറ്റം വരുത്തുമ്പോഴാണ് സ്പെസിഫിക് ഹീറ്റ് വെച്ച് നമ്മൾ ഇക്വേഷൻസ് ഉപയോഗിച്ച് പ്രോബ്ലംസിന് സോൾവ് ചെയ്യുക. അതായത് ഒരു ടെമ്പറേച്ചറിൽ നിന്നും മറ്റൊരു ടെമ്പറേച്ചറിലേക്ക് ഉയർത്താനോ അല്ലെങ്കിൽ താഴ്ത്താനോ ഉപയോഗിക്കുമ്പോഴാണ് സ്പെസിഫിക് ഹീറ്റ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നോക്കുക. ഹൗ മച്ച് ഹീറ്റ് ഈസ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 25 gram ഓഫ് വാട്ടർ ഫ്രം 30 degree Celsius to 80 degree Celsius. അതായത് 25 ഗ്രാം വെള്ളമുണ്ട്, 25 ഗ്രാം വെള്ളം. അതിൻ്റെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെന്ത് ചെയ്യണം? 80 ഡിഗ്രി സെൽഷ്യസ് ആക്കി ഉയർത്തണം. 25 ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 30ൽ നിന്ന് 80 ആക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? ഹീറ്റ് എനർജി കൊടുക്കണം. എത്ര ഹീറ്റ് എനർജി കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളത്തിന് 80 ഡിഗ്രി സെൽഷ്യസ് ആക്കുകയാണ് വേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നോക്കുക, ഇക്വേഷൻ H=m×s×T. മാസ് എത്രയാണ്? 25 ഗ്രാമാണ് വെള്ളം. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എത്രയാണ്? അന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 1 കലോറി പെർ ഗ്രാമാണ്. 1 കലോറി പെർ ഗ്രാമാണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ. 1 കലോറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് എന്നാണ് അതിൻ്റെ വരിക മൊത്തത്തിൽ. ഇനി ടെമ്പറേച്ചർ മാറ്റം എത്രയാണ്? ടെമ്പറേച്ചർ 30-ൽ നിന്ന് 80ക്കാണ്, അല്ല 0-ൽ നിന്ന് 80 അല്ല. 30-ൽ നിന്ന് 80 ആകുമ്പോൾ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന മാറ്റം എത്രയാണ്? 50 ആണ്. 80 - 30 = 50. അപ്പോൾ ഞാൻ നോക്കുക, H=m×s×T. 25 × 1 × 50. 25 × 1 × 50 ചെയ്തപ്പോൾ 1250 കിട്ടി. അത്രയും കലോറി. ഇനി ഇത് ജൂളിലാണ്. എത്ര ഹീറ്റ് ജൂളാണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഈ കലോറിക്ക് പകരം എന്ത് വേണം? ജൂള് വേണം. ജൂളാക്കൽ എങ്ങനെ കലോറിനെ? 1250-നെ 4.2 കൊണ്ട് ഗുണിച്ചാൽ ജൂളിൽ കിട്ടും. അപ്പോൾ 5250 ജൂൾ എന്നുള്ള ആൻസർ കിട്ടും. അതായത് 25 ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രിയിൽ നിന്ന് 80 ഡിഗ്രി ആക്കാൻ 1250 കലോറി ഹീറ്റ് എനർജിയാണ് വേണ്ടത്. അതല്ല ജൂളിലാണ് ചോദ്യമെങ്കിൽ 5250 ജൂളാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മറ്റൊരു ടേം ലാറ്റൻ ഹീറ്റ് എന്ന് പറഞ്ഞാണ് നമ്മളൊരു ടേം പഠിച്ചത്. ലാറ്റൻ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചറിൽ മാറ്റമില്ലാതെ വസ്തു സ്റ്റേറ്റ് മാറുമ്പോൾ, അതിൻ്റെ അവസ്ഥ മാറുമ്പോൾ 1 ഗ്രാം വസ്തുവിന് അവസ്ഥ മാറാൻ എത്ര ഹീറ്റ് എനർജി വേണം എന്നുള്ളതാണ് ലാറ്റൻ ഹീറ്റ്. അപ്പോൾ ടോട്ടൽ 1 ഗ്രാമിന് എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എത്ര വേണമെന്നുള്ളത് ആ മാസ് ഇൻറ്റു ലാറ്റൻ ഹീറ്റ് ചെയ്താൽ മതി. അവിടെ ശ്രദ്ധിക്കുക, ഒരു വസ്തുവിൻ്റെ അവസ്ഥ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്, ഒരു അവസ്ഥ ഒന്നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോഴാണ് ലാറ്റൻ ഹീറ്റ് എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ ഒരു ചോദ്യം നോക്കുക. ഹൗ മച്ച് ഹീറ്റ് ഈസ് റിക്വയർഡ് ടു കൺവേർട്ട് 30 gram ഓഫ് വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു സ്റ്റീം? ചോദ്യം എന്താണ്? 30 ഗ്രാം വെള്ളമുണ്ട്, അതിനെ കൺവേർട്ട് ചെയ്യണം. എങ്ങോട്ട്? സ്റ്റീമാക്കിയിട്ട്, നീരാവി ആക്കിയിട്ട്. 30 ഗ്രാം വെള്ളം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, തിളച്ച് നിൽക്കുന്ന വെള്ളമാണ്, 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളമാണ്. അതിനെന്താക്കി മാറ്റണം? നീരാവിയാക്കണം. അതായത് വെള്ളം തിളച്ച് 100 ഡിഗ്രി സെൽഷ്യസ് ആയി എന്ന് വിചാരിച്ച് നീരാവിയാകുമോ? ഇല്ല. കാരണം എന്താ? 100 ഡിഗ്രി സെൽഷ്യസ് എത്തിയ വെള്ളത്തിന് വീണ്ടും ഹീറ്റ് എനർജി കൊടുക്കുമ്പോഴാണ് വെള്ളം മുഴുവനായിട്ട് നീരാവിയാകുക. അപ്പോൾ മുഴുവൻ 30 ഗ്രാം വെള്ളവും നീരാവിയാകണമെങ്കിൽ എത്ര ഹീറ്റ് എനർജി വേണമെന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ്? H=മാസ് ഇൻറ്റു ലാറ്റൻ ഹീറ്റ്. ലാറ്റൻ ഹീറ്റ് പറഞ്ഞാൽ 1 ഗ്രാം വെള്ളത്തിന് എന്ത് ചെയ്യണം? നീരാവിയാക്കി മാറ്റാൻ എത്ര ഹീറ്റ് എനർജി വേണമെന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. ലാറ്റൻ ഹീറ്റ് ഓഫ് വാട്ടർ എത്ര? 539.5 കലോറി പെർ ഗ്രാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? H=മാസ് ഇൻറ്റു ലാറ്റൻ ഹീറ്റ്. മാസ് എത്രയാണ്? 30 ഗ്രാം അല്ലേ? 30 × 539.5. അതായത് 1 ഗ്രാം വെള്ളത്തിൻ്റെ
100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 1 ഗ്രാം വെള്ളത്തിനെ നീരാവിയാക്കി മാറ്റണമെങ്കിൽ 539.5 കലോറി എക്സ്ട്രാ കൊടുക്കണം. അവിടെ 30 ഗ്രാം ഉണ്ട്. 30 ഗുണം 539.5 ടോട്ടൽ 16,185 കലോറി ഹീറ്റ് എനർജി കിട്ടുമ്പോഴാണ് 16,185 കലോറി ഹീറ്റ് എനർജി കിട്ടുമ്പോഴാണ് ഈ 30 ഗ്രാം വെള്ളം നീരാവിയായി മാറുക. മനസ്സിലായോ? മറ്റൊരു ചോദ്യം, ഹൗ മച്ച് ഹീറ്റ് ഈസ് റിക്വയർഡ് ടു കൺവേർട്ട് 20 ഗ്രാം ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഇൻ ടു വാട്ടർ? എന്താ പറഞ്ഞിട്ടുള്ളത്? 20 ഗ്രാം ഐസ് ഉണ്ട്. ഐസിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോൾ എത്രയുള്ളത്? 0 ഡിഗ്രി സെൽഷ്യസ്. അത് മുഴുവനായിട്ട് വെള്ളമായി മാറണമെങ്കിൽ എത്ര ഹീറ്റ് എനർജി വേണമെന്നാണ് ചോദ്യം. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത ഐസ് പുറത്ത് വെച്ചാൽ മതി, അപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞാൽ വെള്ളമാവും. എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ നിന്ന് അത് ചൂട് വലിച്ചെടുത്തിട്ടാണ്. അപ്പോൾ എത്ര ചൂട് കിട്ടുമ്പോഴാണ്, എത്ര താപം കിട്ടുമ്പോഴാണ് അത് വെള്ളമായി മാറുക എന്നുള്ള ചോദ്യം. അപ്പോൾ നമ്മളെന്താണ്, ഐസ് വെള്ളമായി മാറുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖരാവസ്ഥയുള്ള വസ്തു ദ്രാവകാവസ്ഥയിലേക്ക് മാറുക. അപ്പോൾ എന്താണ്, ടെമ്പറേച്ചറിലാണോ ചേഞ്ച്? അല്ല, അവസ്ഥയിലാണ് ചേഞ്ച്. അവസ്ഥ ചേഞ്ച് ആകുമ്പോൾ ലാറ്റൻറ്റ് ഹീറ്റാണ്. അപ്പോൾ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഐസ് എത്രയാണ്? 80 കലോറി ഹീറ്റാണ് 1 ഗ്രാം ഐസ് ഉരുകി വെള്ളമാകണമെങ്കിൽ. പഠിച്ചതാണ്. അപ്പോൾ 80 കലോറി. അപ്പോൾ ഇവിടെ എത്ര ഗ്രാം ഉണ്ട്? 20. H മാസ് ഇൻറ്റു ലാറ്റൻറ്റ്. 20 ഗുണം 80 1600 കലോറി ഹീറ്റ് എനർജി വേണം. എന്തിന്? 20 ഗ്രാം ഐസിനെ വെള്ളമാക്കി മാറ്റാം. ഇനി മറ്റൊരു ചോദ്യം, ഹൗ മച്ച് ഹീറ്റ് ഈസ് റിക്വയർഡ് ടു കൺവേർട്ട് 20 ഗ്രാം ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഇൻ ടു സ്റ്റീം? ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 20 ഗ്രാം ഐസ് 0 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അതിനെ വെള്ളമാക്കി മാറ്റാനല്ല പറഞ്ഞത്. പകരം എന്താണ്, അതിനെ നീരാവിയാക്കി മാറ്റണം, ഇൻറ്റു സ്റ്റീമാക്കി മാറ്റണം. അപ്പോൾ എന്താണ്, ഐസ് ആണുള്ളത്. അപ്പോൾ അതിന് ആദ്യം എന്ത് വേണം? അത് ഉരുകണം. ഉരുകിയ ഐസിനെ നേരെ നീരാവിയാക്കാൻ പറ്റില്ല. അതിൻ്റെ ടെമ്പറേച്ചർ ഉയർത്തിയാണ്ട് എന്തിലെത്തിക്കണം? ബോയിലിംഗ് പോയിൻ്റ് ആയിട്ടുള്ള 100 ഡിഗ്രി സെൽഷ്യസിലെത്തിക്കണം. എന്നിട്ടോ 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളത്തിന് നീരാവിയാക്കി മാറ്റണം. അപ്പോൾ എത്ര ഹീറ്റ് എനർജി ടോട്ടൽ വേണമെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇതിവിടെ ഉള്ളത് 20 ഗ്രാം ഐസാണ്. അതിൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം എന്താക്കണം? ഈ ഐസിനെ വെള്ളമാക്കി മാറ്റണം. അതിന് ഹീറ്റ് എനർജി കൊടുക്കണം. അതിനെത്ര ഹീറ്റ് എനർജി വേണം നോക്കാം. അതായത് 20 ഗ്രാം ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 20 ഗ്രാം ഐസ് അതിനെന്താക്കി മാറ്റുകയാണ്? 20 ഗ്രാം വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസ് തന്നെ വെള്ളമാക്കി മാറ്റുകയാണ്. അപ്പോൾ ഐസ് ഇൻറ്റു വാട്ടർ സ്റ്റേറ്റാണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ? ടെമ്പറേച്ചർ 0 തന്നെ. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ളത് എന്താ? ലാറ്റൻറ്റ് ഹീറ്റാണ്. H മാസ് ഇൻറ്റു ലാറ്റൻറ്റ് ഹീറ്റ്. മാസ് എത്ര? 20 ഗ്രാം. ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഐസ് എത്ര? കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞു 80. 20 ഗുണം 80 1600 കലോറി ഹീറ്റ് എനർജി. അതായത് ആ ഐസിന് 1600 കലോറി ഹീറ്റ് എനർജി കിട്ടുമ്പോൾ അത് ഉരുകി വെള്ളമാവും. ഇനി വെള്ളമായാൽ മതിയോ? പോരാ. ആ വെള്ളത്തിന് 20 ഗ്രാം വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളത്തിനെ എന്താക്കി മാറ്റണം? 20 ഗ്രാം വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. എന്നാലേ വെള്ളം തിളക്കുള്ളൂ. വെള്ളം തിളക്കുന്നത് 100-ലല്ലേ? അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ എന്താ? വെള്ളം തന്നെയാണ്. പക്ഷേ എന്തായി? 0 ഡിഗ്രിയിൽ നിന്ന് 100 ഡിഗ്രി ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചറാണ് ചേഞ്ച് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏതാ ഇക്വേഷൻ? H m ഇൻറ്റു S ഇൻറ്റു T. മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ ചേഞ്ച്. അപ്പോൾ മാസ് എത്ര? 20. സ്പെസിഫിക് ഹീറ്റ് 1 കലോറി പെർ ഗ്രാം ഇൻറ്റു ടെമ്പറേച്ചർ ചേഞ്ച് എത്ര? 100 ഡിഗ്രി സെൽഷ്യസ്. 20 ഇൻറ്റു 1 ഇൻറ്റു 100 എത്ര? 2000 കലോറി. 2000 കലോറി ഹീറ്റ് എനർജിയാണ് വെള്ളം 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറാൻ. അതെന്താ കാരണം? ഇവിടെ 20 ഗ്രാം ഉണ്ട്. മനസ്സിലായോ? 20 ഗ്രാം ഉള്ളതുകൊണ്ട് 2000 കലോറി ഹീറ്റ് എനർജി വേണം. ഇനി എന്താ? വെള്ളം തിളച്ചാൽ മതിയോ? പോരാ. വെള്ളത്തിനെ നീരാവിയാക്കി മാറ്റണം. ഇവിടെ എന്താ? 20 ഗ്രാം വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, തിളച്ച വെള്ളം. 20 ഗ്രാം സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മുഴുവനായിട്ട് നീരാവിയാക്കി മാറ്റണം. അപ്പോൾ എന്ത് വേണം? അവസ്ഥ മാറി. വെള്ളത്തിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറി. ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥ.
അപ്പോൾ എന്ത് ലാറ്റൻ ഹീറ്റ് എച്ച് ഈക്വൽ ടു മാസ് ഇൻറ്റു ലാറ്റൻ ഹീറ്റ്. ഭാരം 20 തന്നെയാണ്. ലാറ്റൻ ഹീറ്റ് ഓഫ് വാട്ടർ എന്താ ബോയിലിംഗ് പോയിന്റിൽ വെച്ച് 539.5 കലോറി കിട്ടുമ്പോഴാണ് 1 ഗ്രാം വെള്ളം നീരാവിയായി മാറുക. അപ്പോൾ 20 ആകുമ്പോൾ 20 ഗുണം 539.5 1790 കലോറി. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ ഹീറ്റ് റിക്വയർഡ് ഈക്വൽ ടു, അതുകൊണ്ട് മൊത്തത്തിൽ ഹീറ്റ് ആവശ്യമായി വന്നത് എത്രയാണ്? ഐസ് വെള്ളമാക്കാൻ 1600, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 0 നിന്ന് 100 2000, പിന്നെ 100 ഡിഗ്രിയിലെത്തിയിട്ടുള്ള വെള്ളത്തിന് നീരാവിയാക്കാൻ 10,790, മൂന്നും കൂടി കൂട്ടിയപ്പോൾ 14,390 കലോറി ഹീറ്റാണ് ടോട്ടൽ ആവശ്യമായി വന്നിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഏറ്റവും അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ഇവിടെ നോക്കുക. 80 gram of water at 30 degrees Celsius is mixed with 40 gram of water at 90 degrees Celsius. എന്താ പറഞ്ഞത്? 80 ഗ്രാം വെള്ളമുണ്ട്, അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ്. പിന്നെന്താ? ഈസ് മിക്സ്ഡ് വിത്ത്, മിക്സ് ചെയ്യുന്ന എന്തുമായിട്ടാണ്? 40 ഗ്രാം ഓഫ് വാട്ടർ, 40 ഗ്രാം വാട്ടർ അറ്റ് 90 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ഹോട്ടലുകളിലൊക്കെ ചെന്നിട്ട് ചൂടുവെള്ളം ചോദിക്കുമ്പോൾ അവരെന്താ തരിക? അവർ ഒരു ഗ്ലാസ്സിൽ ഭാഗം ഒരു നല്ല ചൂടുള്ള തിളച്ച വെള്ളം ഒഴിക്കും, അതിൽ പിന്നെ സാധാ പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് തരും. അപ്പോൾ ഒരു ഇളം ചൂടുവെള്ളം കിട്ടില്ലേ? അതാണ് ഈ സംഗതി. അതായത് 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 80 ഗ്രാം വാട്ടർ. 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അധികം ചൂടൊന്നും ഇല്ലാത്തൊരു തണുത്ത ഒരു പച്ചവെള്ളത്തിൻ്റെ ടെമ്പറേച്ചറാണ്. അതേസമയം അത് മിക്സ് ചെയ്യുന്ന എന്തുമായിട്ടാണ്? 90 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളമായിട്ടാണ്. 90 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളക്കാനുള്ള പാകമായി. 100 ഡിഗ്രിയിലാണ് തിളക്കുക, 90 ഡിഗ്രി ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ 40 ഗ്രാമാണ് 90 ഡിഗ്രി സെൽഷ്യസിൽ. അതേസമയം 30 ഡിഗ്രി സെൽഷ്യസുള്ള 80 ഗ്രാമാണ്. ഇത് രണ്ടും കൂടി കൂട്ടി കലർത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ? അതിൻ്റെ ആ മിശ്രിതത്തിൻ്റെ ഫൈനൽ ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്ന ചോദ്യം. അപ്പോൾ എന്താണ്, ഒരു ബുദ്ധി കോമൺ ആയി സെൻസ് ഉപയോഗിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം. 30 ഡിഗ്രി സെൽഷ്യസിനെ 90 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടിക്കലർത്തിയാൽ ഫൈനൽ ടെമ്പറേച്ചർ എന്നാൽ 30ൻ്റെയും 90ൻ്റെയും ഇടയിലുള്ളതായിരിക്കും അല്ലേ? 30ൻ്റെ അത്ര തണുപ്പ് ഉണ്ടാവില്ല, 90ൻ്റെ അത്ര ചൂടോ അതും ഉണ്ടാവില്ല, അതിന് ഇടയിൽ വരുന്നൊരു ടെമ്പറേച്ചർ ആയിരിക്കും. അത് ഏതാണെന്ന് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ഇവിടെ നമ്മൾ ചൂടുള്ള ഒരു വെള്ളത്തിനെ തണുത്ത വെള്ളമായിട്ടാണ് കലർത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താവും? ഫൈനൽ ടെമ്പറേച്ചർ ഇതിനിടയിലാവും എന്ന് പറഞ്ഞു. അതിന് കാരണം ചൂടുള്ള വെള്ളത്തിൽ നിന്നുള്ള ചൂട് തണുത്ത വെള്ളത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഏതുവരെ? രണ്ട് വെള്ളത്തിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആകുന്നത് വരെ ഹീറ്റ് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ആ കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ഹീറ്റ് ലോസ്റ്റ് ബൈ കോൾഡ് വൺ ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ ഹോട്ട് വൺ. എന്താണ് ഈ ഇവിടെ ഇത് എഴുതിയ തെറ്റിയിട്ടുണ്ട്. ഹീറ്റ് ലോസ്റ്റ് ബൈ കോൾഡ് വൺ അല്ല, ഹീറ്റ് ഗെയിൻഡ് ബൈ കോൾഡ് വൺ എന്നാണ്. തണുത്ത വെള്ളത്തിന് കിട്ടിയിട്ടുള്ള ചൂട്, മനസ്സിലാകണ്ടല്ലോ, ഇത് തെറ്റാണ്. ഹീറ്റ് ലോസ്റ്റ് ബൈ കോൾഡ് വൺ അല്ല, ഹീറ്റ് ഗെയിൻഡ് ബൈ കോൾഡ് വൺ. കാര്യം മനസ്സിലാക്കുക, തണുത്ത വെള്ളത്തിന് കിട്ടിയിട്ടുള്ള ചൂട് എന്ന് പറയുന്നത് ചൂടുവെള്ളത്തിന് നഷ്ടപ്പെട്ട ചൂടിന് ഈക്വലായിരിക്കും. മനസ്സിലാകണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളം തണുത്ത വെള്ളം കൂടി ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ നിന്നുള്ള ഹീറ്റ് എനർജി തണുത്ത വെള്ളത്തിലേക്ക് പോയിട്ടാണ് ഇതൊരു ഇളം ചൂടുവെള്ളമായി മാറുന്നത്. അവിടെ നമ്മൾ ഫൈനൽ ടെമ്പറേച്ചർ 30ൻ്റെയും 90ൻ്റെയും ഇടയിലുള്ള ഒരു ടെമ്പറേച്ചറാണ്. ടേക്ക് ഫൈനൽ ടെമ്പറേച്ചർ ആസ് ടി. അത് ഏതാണ്? ടി എന്ന് പറയുന്ന ഡിഗ്രി സെൽഷ്യസ് ആയി എടുക്കുക. അതെന്താണ്? 30 ഡിഗ്രി സെൽഷ്യസിൻ്റെയും 90 ഡിഗ്രി സെൽഷ്യസിൻ്റെയും ഇടയിലുള്ളതായിരിക്കും ടി എന്ന് പറയുന്നത്. ഇനി ഞാൻ നോക്കുകയാണ്, ഈ 80 ഗ്രാം വെള്ളം അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞല്ലോ, അതാണ് തണുത്ത വെള്ളം. 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളം, ആ വെള്ളത്തിന് എത്ര ഹീറ്റ് കിട്ടി എന്നുള്ളത് നോക്കുക. അതിൻ്റെ ടെമ്പറേച്ചർ റൈസസ് ഫ്രം 30 ഡിഗ്രി സെൽഷ്യസ് ടു T ഡിഗ്രി സെൽഷ്യസ്. അതായത് ഇളം ചൂടുവെള്ളത്തിലേക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T ഡിഗ്രിക്ക് മാറുമല്ലോ. ഈ 30 ഡിഗ്രി സെൽഷ്യസിന് T ഡിഗ്രിക്ക് മാറുകയാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൽ ചേഞ്ച് വരികയാണ്. അപ്പോൾ ഏതാ ഇക്വേഷൻ? H = m × S × T. m എത്രയാണ്? 80 ഗ്രാം. സ്പെസിഫിക് ഹീറ്റ് 1. ടെമ്പറേച്ചറിലുള്ള ചേഞ്ച് എത്രയാണ്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T ഡിഗ്രിയാണ്. ആ ഡിഗ്രിക്ക് മാറി 30 നിന്ന് അങ്ങോട്ട്. അപ്പോൾ മാറ്റം എത്രയാണ്? T ഡിഗ്രിയിൽ നിന്ന് -30 കുറച്ചിട്ടുള്ള വാല്യൂ അല്ലേ? അതായത് ഇതൊരു 30ൻ്റെ 90ൻ്റെ ഇടയിലൊരു ഇതൊരു 40ക്കാണ് മാറിയെന്ന് വിചാരിക്കുക. 40 ഡിഗ്രിക്കാണ് മാറിയതെങ്കിൽ 40 - 30 10 ഡിഗ്രി ആണല്ലോ അതിന് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 40 എന്നല്ല T എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ T - 30. അപ്പോൾ 80 × 1 × T 80 Tയും 80 × 1 × 30 2400 കിട്ടും. ഇതൊരു ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക. 80T - 2400. ഇനി ഇവിടെ ചൂടുവെള്ളമുണ്ട്, 40 ഗ്രാം വെള്ളം, അത് 90 ഡിഗ്രിയിലാണ്. അതിനെന്ത് വരും? ഹീറ്റ് നഷ്ടമാവും. അതിനാണ് ചൂട് എങ്ങോട്ട് പോകുക? തണുത്ത വെള്ളത്തിൽ പോകുക. അപ്പോൾ അതിനെന്താ മാറ്റം സംഭവിച്ചിട്ടുള്ളത്? അത് 90 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഇറങ്ങി ടെമ്പറേച്ചർ താഴ്ന്ന് T ഡിഗ്രി സെൽഷ്യസിലെത്തും. അപ്പോൾ ടെമ്പറേച്ചർ തന്നെയാണ് മാറ്റം. H = m × S × T. മാസ് എത്രയാണ്? ചൂടുവെള്ളത്തിൻ്റെ 40 ഗ്രാം. സ്പെസിഫിക് ഹീറ്റ് 1 കലോറി തന്നെയാണ്. ടെമ്പറേച്ചറിലുള്ള മാറ്റം എത്രയാണ്? 90ൽ നിന്നും Tയിലേക്ക് മാറും. അപ്പോൾ മാറ്റം എത്രയാണ്? 90 - T. ഇനി 40 × 1 × 90 4 36 3600. 40 × 1 × -T -40 T. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് തണുത്ത വെള്ളത്തിന് കിട്ടിയ ഹീറ്റാണ്. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് ചൂടുവെള്ളത്തിൽ നിന്ന് നഷ്ടമായ ഹീറ്റാണ്. ഇത് രണ്ടും ഈക്വലാക്കുക. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി ഈക്വലാണ്. അതായത് ചൂടുവെള്ളത്തിന് നഷ്ടപ്പെട്ട ഹീറ്റ് എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും തണുത്ത വെള്ളത്തിന് കിട്ടിയ ഹീറ്റ്. കാരണം പുറത്തുനിന്ന് വേറെ ഹീറ്റൊന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഈക്വലൻ്റ് ആക്കുമ്പോൾ 80T - 2400 = 3600 - 40T അല്ലേ? ഇതിന്ന് ഈ T ഉള്ള ടേം ഇങ്ങോട്ട് കൊണ്ടുവരും, മറ്റ് നമ്പർ മാത്രമുള്ള ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ 80T - 40T ഇവിടെ എത്തുമ്പോൾ +40T. പിന്നെ 3600 - 2400 അങ്ങോട്ട് എത്തുമ്പോൾ +2400. 80 40 120T. 3600 2400 6000. 120T = 6000. അപ്പോൾ T = 6000/120 എന്ന് വരും. 6000/120. 6000നെ 120 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഇതാണ് രണ്ട് ദ്രാവകങ്ങൾ, വ്യത്യസ്ത ടെമ്പറേച്ചറിലുള്ള വ്യത്യസ്ത അളവുകളുള്ള ദ്രാവകങ്ങൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ഫൈനൽ ടെമ്പറേച്ചർ കാണാനുള്ള വഴി. ഇത്രയുമാണ് നമുക്ക് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നത്. ഈ തെർമോമീറ്ററുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ സെൽഷ്യസ് ഫാരൻഹീറ്റ് സ്കെയിലുകൾ തമ്മിലുള്ള റിലേഷനും അതേപോലെ സ്പെസിഫിക് ഹീറ്റും ലാറ്റൻ ഹീറ്റും വെച്ചുള്ള പ്രോബ്ലംസാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. കൃത്യമായി കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.